മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ പോലീസിനോട് എനിക്ക് പരാതിയില്ല, അവർ ആൾ മാറി ചെയ്തതല്ലേ, അതുകൊണ്ട് പരാതിയില്ല. അപ്പം എസ് ഐ വയ്ക്കുകയാണ്, പിന്നെ ഞങ്ങൾ അവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇനി വെറുതെ വിട്ടയക്കാൻ പറ്റുമോ? അപ്പോൾ സാറ് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ എനിക്ക് പരാതിയില്ല, അതുകൊണ്ട് നിങ്ങളും അവരുടെ മുന്നിൽ നല്ലവരാവത്തല്ലേ ഉള്ളൂ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അവസാനം ഗതി കെട്ട് എസ് ഐ അവിടെ നിന്ന് പോവുകയാണ്. പോകാൻ നേരത്ത് പോലീസ് പറയാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് വന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ആ കുട്ടിക്കുണ്ടല്ലോ, ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയാണ്, വല്ല ഹോസ്പിറ്റലും കാണിക്കുന്നത് നല്ലത് എന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ കൈ കാണിച്ചിട്ട് പറയാണ്, ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകാൻ പറയാണ്. അപ്പം അലീന ഇതൊക്കെ അകത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ അലീനയാണെങ്കിൽ പിറ്റേ ദിവസം അലീനയുടേതായ ജോലിയൊക്കെ ചെയ്യാണ്. അന്നും ശരണ്യെ കാണാൻ പോകണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് അലീന. ഈ സമയത്താണെങ്കിൽ കൃഷ്ണമോളാണെങ്കിൽ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങി വരികയാണ്. അപ്പം ബബിത ചോദിക്കുന്നുണ്ട്, നീയാണെങ്കിൽ ഇന്ന് മുതൽ സ്കൂളിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ, ഞാൻ പോകുന്നുണ്ട് ചേച്ചി. ചേച്ചി കോളേജിൽ പോകുന്നില്ലേ? ഞാനങ്ങ് പോകുന്നില്ല, എനിക്കെല്ലാവരുടെയും മുഖത്ത് നോക്കാനൊന്നും എനിക്ക് വയ്യ, ഈ നാണക്കേടുമായിട്ട് എനിക്ക് പോകാൻ വയ്യ. നീ എങ്ങനെ പോകുന്നു? നിനക്കെന്താ ഒറ്റയ്ക്ക് പോകാൻ പേടിയില്ലേ? പുറത്തോട്ടിറങ്ങുമ്പോൾ ആൾക്കാരെല്ലാം നിന്നെ കൂകി വിളിക്കത്തില്ലയോ എന്ന് ചോദിക്കുകയാണ്. അപ്പം കൃഷ്ണമോള് പറയാണ്, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, എൻ്റെ കൂടെ അലീന ചേച്ചിയുണ്ട്. ചേച്ചിയാണെങ്കിൽ ആ ശരണ്യെ കാണാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനും ആ ചേച്ചിയുടെ കൂടെ എന്നെ സ്കൂൾ വരെ വിടാമെന്ന് ചേച്ചി പറഞ്ഞെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ഭവതിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അവൾ ഇന്നും പോകുന്നുണ്ടോ ആ ശരണ്യയുടെ വീട്ടിൽ? അവൾക്ക് നാണമില്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ? അവൾ കാരണമല്ലേ നമ്മുടെ രോഹിത് ഇപ്പോൾ ജയിലിലായത്. അവൾ ഒറ്റ ഒരുത്തി കാരണമാണ്, ആ ശരണ്യ ഒറ്റ ഒരുത്തി കാരണമാണ് രോഹിത് ജയിലിലായതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കൃഷ്ണമോള് ചോദിക്കുകയാണ്, വെറുതെ ഒന്നും അല്ലല്ലോ രോഹിയേട്ടൻ ജയിലിലായത്, അത്രയ്ക്കും വലിയൊരു തെറ്റ് ചെയ്തിട്ടല്ലേ രോഹിയേട്ടൻ ജയിലിലായത്. പിന്നെ ചേച്ചി എന്തോ പറയുന്നത്, ഭവിതേച്ചി എന്തോ പറയുന്നത്, രോഹിയേട്ടൻ നല്ല കാര്യം ചെയ്തിട്ട് ശരണ്യ മനഃപൂർവ്വം ആ രോഹിയേട്ടനെ കുടിക്കുന്നതാണോ? അല്ലല്ലോ, ശരണ്യയെ ഉപദ്രവിച്ചിട്ടല്ലേ ശരണ്യ കേസ് കൊടുത്ത് അവർ ജയിലിലായത്. അതുകൊണ്ട് രോഹിയേട്ടനെ ന്യായീകരിച്ച് പറയൽ എന്ന് പറയാണ്. അപ്പോൾ കവിത പറയാണ്, എന്തൊക്കെ പറഞ്ഞാലും രോഹി നമ്മുടെ സഹോദരനല്ലേ. ഇവൾ ഈ വീട്ടിൽ നിന്നുകൊണ്ട് ആ ശരണ്യയുടെ വീട്ടിലേക്ക് പോകുന്നത് ശരിയാണോ? നീ പറ എന്ന് കൃഷ്ണ ചോദിക്കുകയാണ്. അപ്പം കൃഷ്ണ പറയാണ്, ചേച്ചിയാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇപ്പം ശരണ്യയ്ക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്, അതുകൊണ്ടാണ് പോകുന്നത്. പിന്നെ ചേച്ചി എപ്പോഴും തെറ്റിനെതിരായി നിൽക്കത്തേ ഉള്ളൂ, തെറ്റിന് കൂട്ട് നിൽക്കത്തില്ല. അത് നല്ലോണം ബബിതേച്ചിക്ക് അറിയാലോ എന്ന് പറയാണ്. അപ്പം ബബിത പറയാണ്, ഇവളാര് മദർ തെരേസയോ? എല്ലാവരെയും ഇങ്ങനെയുള്ളവരെല്ലാവരെയും സഹായിക്കാനും സ്വാതന്ത്ര്യം കൊടുക്കാനും ഇവൾ ഈ കാണിക്കുന്ന എല്ലാം അഭിനയമാണ്. നാട്ടുകാരുടെ മുന്നിൽ ചുമ്മാ ഷോ കാണിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ വീട്ടിലുള്ളവരെ നാണം കെടുത്തണമല്ലോ, അതിന് വേണ്ടിയാണ് അവൾ ഈ കാണിക്കുന്നതൊക്കെ എന്ന് പറയാണ്. ഇപ്പം ഇന്നലെ അവൾ ആ കോളനിയിൽ ചെന്ന് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അങ്ങോട്ട് പോകണ്ടേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, ചേച്ചിയുടെ കാര്യം നോക്ക്. അപ്പം ബബിതയാണെങ്കിൽ കൃഷ്ണ അടുത്ത് പറയാണ്, നീ ചെന്ന് പറ അവളുടെ അടുത്ത് മര്യാദയ്ക്ക് അങ്ങോട്ട് പോകണ്ട, അതാണ് നല്ലതെന്ന് പറ, അത് ചേച്ചിയുടെ കാര്യം നോക്കിക്കോളും എന്ന് കൃഷ്ണമോള് പറഞ്ഞിട്ട് ബബിത എടുത്ത് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. ബബിതയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കൃഷ്ണൻ നേരെ കിച്ചണിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അലീന എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണമോള് ചെന്ന് ചോദിക്കുകയാണ്, ചേച്ചി ഇന്നും ആ ശരണ്യെ കാണാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അലീന പറയാണ്, പോകുന്നുണ്ട് മോളെ, ഞാൻ പോകുന്നുണ്ട്. അപ്പം കൃഷ്ണമോള് ചോദിക്കുകയാണ്, ചേച്ചി എന്തിനാണ് പോകുന്നത്? ചേച്ചി കഴിഞ്ഞ ദിവസം പോയിട്ട് അവിടെ നിന്ന് അപമാനിക്കപ്പെട്ട് വിട്ടതല്ലേ, ഇനിയും എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്താ മോളെ, ആ കുട്ടിയൊന്ന് കണ്ട് അതിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എനിക്ക് പറ്റും. അപ്പം അതിനൊരു ആശ്വാസം ഇപ്പം ആരുടെയെങ്കിലും സൈഡിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് പഴയതുപോലെ ആകാൻ പറ്റും. നമ്മൾ കാരണം ഒരാൾ തിരിച്ചു വരികയാണെങ്കിൽ തിരിച്ചു വരട്ടെ എന്ന് അലീന പറയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, ചേച്ചി അതല്ല, രോഹിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചെല്ലുന്നതല്ലേ ചേച്ചി, അവർ ഇന്നും ഇന്നലത്തെ പോലെ തന്നെ പെരുമാറിയാൽ നമ്മൾ എന്ത് ചെയ്യും? ബബിതേച്ചിയാണെങ്കിൽ എന്നോട് ഇപ്പം ചൂടായതേ ഉള്ളൂ, ചേച്ചി അങ്ങോട്ട് പോകുന്നതിന് എതിർത്തുകൊണ്ട് എന്തിനാ അങ്ങോട്ട് പോകുന്നത്? രോഹിയേട്ടനെ കുടിക്കിയതല്ലേ ശരണ്യ, പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ ചോദിച്ച് എന്നോട് ചൂടായി. അപ്പം അലീന പറയാണ്, ഒരിക്കലും ശരണ്യ മനഃപൂർവ്വം ചെയ്തില്ലല്ലോ, ഈ പറയുന്ന 4 പേരും കൂടെ അതിനെ ക്രൂരമായി പെരുമാറിയിട്ടല്ലേ ഇതൊക്കെ ഉണ്ടായത്. പിന്നെ അതിനെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? അതിൻ്റെ അവസ്ഥ മോളൊന്ന് കാണണം, ഭയങ്കര കഷ്ടമാണ്. ഒരു സൂര്യപ്രകാശം പോലും കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു മുറിയിൽ ഇങ്ങനെ അടഞ്ഞടക്കുകയാണ്. ഇന്നലെ ഞാൻ ചെന്നാണ് അതിന് കുറച്ച് ആഹാരവും വെള്ളവും കാപ്പിയൊക്കെ കൊടുത്തത്. അത് ഒന്നും കഴിക്കാതെ മുറിയിലിങ്ങനെ അടഞ്ഞു കിടന്നായിരുന്നു. അതിൻ്റെ ആ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല, നേരിട്ട് കാണണമെന്നും പറഞ്ഞ് അലീന സങ്കടപ്പെടുകയാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കൃഷ്ണമോൾക്ക് ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട്. പിന്നെ കൃഷ്ണമോൾ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അലീനയാണെങ്കിൽ ഇന്നും ശരണ്യെ കാണാനായിട്ട് റെഡിയായി പോവുകയാണ്. അങ്ങനെ നേരെ ആ കോളനിയിലേക്ക് ചെല്ലുകയാണ്. കോളനിയിലേക്ക് ചെല്ലുമ്പം ഇന്നലത്തെ കൂട്ട്
അത്ര ഭയമൊന്നുമില്ല, പേടിയൊന്നുമില്ല. കാരണം അവിടെ പോയി ശരണ്യെ കണ്ടിട്ടല്ലേ പോയത്. അതുകൊണ്ട് അങ്ങനെ ധൈര്യത്തോടെ തന്നെ അങ്ങ് പോകുന്ന വഴിയിൽ ഒരാളാണെങ്കിൽ അലീനയെ പിടിച്ചു നിർത്തുന്നുണ്ട്. എങ്ങോട്ട് പോവുക? അത് എനിക്ക് ശരണ്യെ ഒന്ന് കാണണം. കുട്ടി എന്തിനാ ഈ ശരണ്യെ കാണുന്നത്? ഇന്നലെയും വന്നായിരുന്നല്ലോ. ശരണ്യെ കണ്ടിട്ട് ഇയാൾക്ക് എന്ത് സാധിക്കാനാ? ഇയാൾ ആ ബാലേന്ദ്രൻ്റെ വീട്ടിലെ ആ സ്വർണ്ണ ജ്വല്ലറിയൊക്കെ ഉള്ള ബാലേന്ദ്രൻ്റെ വീട്ടിലെ കുട്ടിയല്ലേ? ഇയാൾ എന്തിനാ ശരണ്യെ കാണുന്നതെന്ന് ചോദിക്കുകയാണ്. ഇയാളുടെ വീട്ടിലെ ആ പയ്യനല്ലേ ഇതിനകത്തൊരു പ്രതിയല്ലേ? പിന്നെ എന്താ വല്ലവും പൈസയും കൊടുത്ത് ആ കുട്ടിയെ സ്വാധീനിക്കാനാണോ? അതോ കേസ് പിൻവലിക്കണമെന്ന് പറയാനോ എങ്ങാണോ ആണോ ഇയാൾ വന്നേക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം പറയാണ്, ഒരിക്കലുമില്ല ചേട്ടാ, ഞാൻ ശരണ്യെ ഒന്ന് കാണണം, അതിനെ ഒന്ന് സമാധാനിപ്പിക്കണം, അതിന് വേണ്ടിയാണ് വന്നതെന്ന് പറയാണ്. അല്ലാതെ ഞാൻ ആ കുട്ടിയെ കേസിൽ നിന്ന് പിൻവലിപ്പിക്കാനോ അല്ലെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങൾ എന്തോ പറയാനൊന്നും അല്ല ഞാൻ വന്നത് എന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയാണ്, ശരി അങ്ങനെയാണെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ സ്വഭാവം അറിയാലോ എന്ന് പറയാണ്. അപ്പം അലീന പറയാണ്, ചേട്ടൻ ആരും പേടിക്കണ്ട, ഞാൻ ഒരിക്കലും ശരണ്യെ സ്വാധീനിക്കത്തില്ല, ഒന്നും പറയത്തുമില്ല എന്നും പറഞ്ഞിട്ട് അലീന വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പം ഇന്നും അലീനയെ കാണുമ്പോഴത്തേക്ക് ശരണ്യയുടെ അച്ഛനും അമ്മ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. ഈ കുട്ടി ഇന്നും വന്നല്ലോ എന്ന് അമ്മ അച്ഛനോട് പറയാണ്. അപ്പം ശരണ്യയുടെ അച്ഛൻ പറയാണ്, ഇന്നും ശരണ്യെ കാണാൻ വന്നതായിരിക്കും. ഇന്നലെ അതിന് ആശ ഈ കുട്ടി കൊടുത്തപ്പം അവൾ കുറച്ച് ആഹാരമൊക്കെ കഴിച്ചല്ലോ, ഇന്നും അവളെ കാണാൻ വന്നതായിരിക്കും എന്ന് അച്ഛൻ പറയുകയാണ്. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ശരണ്യയുടെ സഹോദരൻ ഗോപാലകൃഷ്ണൻ ഇറങ്ങി വരികയാണ്. അപ്പം എന്നിട്ട് അലീനയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇയാൾ ഇന്നും വന്നോ? എന്തിനാ വന്നതെന്ന് ചോദിക്കുകയാണ്. അത് എനിക്ക് ശരണ്യെ ഒന്ന് കാണണം, ഇന്നലെ കണ്ടായിരുന്നല്ലോ, പിന്നെ ഇങ്ങോട്ട് വന്നെന്തിനാ എന്ന് ചോദിക്കുകയാണ്. അല്ല, അവളെ എനിക്ക് ഒന്നും കൂടെ കാണണമെന്ന് തോന്നി, എനിക്ക് അവളെ സമാധാനിപ്പിക്കാൻ പറ്റും എന്ന് പറയാണ്. ഇയാളിങ്ങോട്ട് വന്നേക്കുന്നത് ആ വീട്ടിലെ ഒത്താശയായിട്ടല്ലേ വന്നേക്കുന്നത്. എങ്ങനെയെങ്കിലും എൻ്റെ സഹോദരിയുടെ മനസ്സ് മാറ്റണം, അവിടുത്തെ ആ പയ്യനെ രക്ഷിക്കാൻ എൻ്റെ സഹോദരിയുടെ മനസ്സ് മാറ്റി ആ പയ്യനെ രക്ഷിക്കണമെന്ന് പറയാനല്ലേ വന്നേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അലീന പറയാണ്, ഒരിക്കലുമല്ല, എനിക്ക് ശരണ്യെ കാണണം, ശരണ്യെ ഒന്ന് സമാധാനിപ്പിക്കണം, ശരണ്യെ പഴയ പോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. അപ്പം ഗോപാലകൃഷ്ണൻ പറയാണ്, നിങ്ങൾ ആ വീട്ടിലുള്ളവരെ അറിഞ്ഞിട്ടല്ലേ വന്നത്, അവരോട് പറഞ്ഞ് അവരുടെ അനുവാദത്തോടല്ലേ വന്നേക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, അതെ, പക്ഷേ അവർക്കാർക്കും ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല എന്ന് പറയാണ്. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറയാണ്, ഞങ്ങൾക്കും ഇഷ്ടമല്ല ഇയാൾ ഇങ്ങോട്ട് വരുന്നത്, ഇവിടെ വന്ന് എൻ്റെ സഹോദരിയെ കാണുന്നതും ആ വീട്ടിൽ നിന്ന് ആരും എൻ്റെ സഹോദരിയെ കാണുന്നതും സംസാരിക്കുന്നതും എനിക്കിഷ്ടമല്ല. നിങ്ങളൊക്കെ ആണെങ്കിൽ എൻ്റെ സഹോദരിയെ സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും അവന്മാരെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യും, അതിന് വേണ്ടിയല്ലേ വന്നേക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയണം, ഒരിക്കലും അല്ല, ഞാൻ നിങ്ങളുടെ സഹോദരിയെ ഒരിക്കലും അതൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. തെറ്റ് ചെയ്തവർ എപ്പോഴായാലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എനിക്കുമുള്ളത്. ഞാൻ അവളുടെ ഈ മനോനില വീണ്ടെടുത്തിട്ട് അവളെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് പറയാണ്. അവസാനം ശരണ്യയുടെ അച്ഛനും അമ്മയും, നീ മാറി നിൽക്ക്, ആ കുട്ടി ശരണ്യെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ അകത്തേക്ക് കയറ്റിവിടുകയാണ്. അകത്തേക്ക് ചെല്ലുന്ന അലീന ഡോറ് തുറന്ന് അകത്തോട്ട് ചെല്ലുമ്പം മോളെ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ശരണ്യ ചാടി എണീക്കുകയാണ്. പെട്ടെന്ന് ചാടി എണീച്ച് അലീനയെ നോക്കുകയാണ്. അത് കാണുമ്പോഴത്തേക്ക് ശരണ്യയുടെ അച്ഛനും അമ്മയും അങ്ങ് ഞെട്ടുകയാണ്. കാരണം ഇത്രയും ദിവസം ആര് വിളിച്ചാലും ഒരു അനക്കവും ഒന്നും മിണ്ടാതെ ഇരുന്ന ഈ കുട്ടി ഒരു ദിവസം അലീന വന്ന് അതിനോട് സംസാരിച്ചപ്പോൾ തന്നെ അലീന വന്നെന്ന് മനസ്സിലായപ്പോൾ തന്നെ പെട്ടെന്ന് എണീക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവർ ഞെട്ടുന്നുണ്ട്. ചേച്ചി എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലീനയെ കെട്ടിപ്പിടിക്കുകയാണ്. അലീനയും അതേപോലെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മോൾ എന്തിനാ വിഷമിക്കുന്നത്, ചേച്ചി വന്നല്ലോ, മോളുടെ സങ്കടവും വിഷമവും എല്ലാം മാറ്റാനാണ് ചേച്ചി വന്നത്, മോളുടെ കൂടെ തന്നെ ഈ ചേച്ചി ഉണ്ട് എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അലീന ശരണ്യെ.